കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് മില്ലുടമകൾ ഏറ്റെടുക്കാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആലപ്പുഴയിലെ കർഷകർ. സംഭരിക്കുന്ന നെല്ലിന്റെ കിഴിവിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റെടുക്കൽ വൈകിപ്പിക്കുന്നത്. വേനൽ മഴ കൂടി കനത്തതോടെ ഭീമമായ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഒരു കാർഷിക വർഷം മുഴുവനുമുള്ള അധ്വാനമാണ് ഈ കാണുന്ന നെൽക്കൂനകൾ. കിഴിവിനെ ചൊല്ലി മില്ലുടമകളുമായി തർക്കത്തിലായതോടെ സംഭരണം പകുതി വഴിയിലാണ്. അവസരം മുതലെടുത്ത് പരമാവധി കിഴിവിനായി മില്ലുടമകൾ സമ്മർദ്ദം ശക്തമാക്കുകയാണെന്ന് കർഷകർ. വെളിനാട് കൃഷിഭവന്റെ പരിധിയിൽ മൊത്തം പ്രശ്നം ഇതെന്ന് പറഞ്ഞാൽ വെളിനാട് കൃഷിഭവന്റെ പരിധിയിലുള്ള കാട്ടൂർഭാഗം പാടശേഖരം 65 ഏക്കറാണ് ഇതിന്റെ കൃഷി വിസ്തീർണം. ഇന്ന് കൊയ്തിട്ട് 6 ദിവസം കഴിഞ്ഞ് 7-ാം പക്കമാണ്. മറ്റേ നേരത്തെ കൊയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ പിറ്റേ ദിവസം മില്ല് വരും, നെല്ല് കയറിപ്പോകും. ഇത് യാതൊരുവിധ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച നെല്ല് സർക്കാരിൻ്റെ മാനദണ്ഡം ഇപ്പോഴും ഞങ്ങൾ സർക്കാരിൻ്റെ മാനദണ്ഡത്തിന് വിരുദ്ധമുണ്ടെങ്കിൽ ഞങ്ങൾ കിഴിവെടുക്കാൻ തയ്യാറാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വന്ന് ഈ നെല്ല് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഏതോ മില്ലുകാരൻ്റെ കുറച്ച് ആൾക്കാർ വരുക, തട്ട് കീഴുക, 10 കിലോ 5 കിലോ വേണേ മതി നെല്ല് ഞങ്ങൾ പോവുക. ആ ഒരു സംവിധാനം മാറാൻ അടിയന്തരമായ നടപടിയെടുക്കണം. കൂലി വർധനയും ഉൽപാദന ചെലവുകൾ ഉയർന്നതും ഉൾപ്പെടെ കനത്ത തിരിച്ചടിയാണ് കർഷകർക്ക് ഉണ്ടായത്. കൊയ്ത്ത് കാലമായതിനാൽ അധിക സമയം വിലപേശലുമായി പിടിച്ചു നിൽക്കാനും സാധിക്കില്ല. കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വർഷത്തിൽ ഒരു ആദായമാണ് കിട്ടുന്നത്. ഈ ആദായം കിട്ടുന്നതിനകത്ത് 10-20 ക്വിൻ്റൽ നെല്ല് ഒരു ഏക്കറിനകത്ത് കിട്ടിയാൽ അതിനകത്ത് കിഴിവ് ചോദിക്കുക. അതുപോലെ തന്നെ ഈ മഴയത്ത് കിടന്ന് നനഞ്ഞ് നശിച്ചു പോവുകയും ചെയ്യുന്ന ഇതിന് എതിരെ അല്ലെങ്കിൽ ഇതിനൊരു ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഭരിക്കുന്നവരോ അല്ലെങ്കിൽ പ്രതിപക്ഷം ബഹളം വെക്കുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഭരിക്കുന്നവർക്ക് അതിനൊരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളതാണ്. ഈർപ്പം, കള എന്നിവയുടെ പേരിൽ ഒരു ക്വിന്റലിൽ 2 മുതൽ 7 കിലോ വരെ കിഴിവാണ് മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. ഇതിൽ കർഷകർക്ക് ശക്തമായ എതിർപ്പുണ്ട്. നിയമസഭയിൽ വിഷയമുന്നയിച്ച പ്രതിപക്ഷത്തിന് സങ്കീർണമായ പ്രശ്നമാണിതെന്നായിരുന്നു മന്ത്രി GR അനിലിന്റെ പ്രതികരണം. ഇരുകൂട്ടരുമായി ചർച്ചകൾ നടത്തിയെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും സമവായത്തിൽ എത്തിയിട്ടില്ല. ന്യൂസ് മലയാളം, ആലപ്പുഴ.